ഹലോ. ഇല്ല, ബി ടെക്കിൻ്റെ സിലബസാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ പേര് വിനോദ് കുമാർ. കോഴിക്കോട് ജില്ലയിൽ വടകരയാണ് സ്ഥലം. അപ്പോൾ ബി ടെക്കിൻ്റെ കുസാറ്റിൻ്റെ സിലബസ് ആണ് ഞാനിപ്പം കവർ ചെയ്യുന്നത്. ആദ്യം അതിൽ സിലബസ് അനുസരിച്ച് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇൻ്റഗ്രൽ കാൽക്കുലസ്, മോഡ്യൂൾ 1 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ. മോഡ്യൂൾ 2 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മോഡ്യൂൾ 3 ഇന്റഗ്രൽ കാൽക്കുലസ്. മോഡ്യൂൾ 4 വെക്റ്റർ കാൽക്കുലസ്. ഓക്കെ. അപ്പോൾ ഈ 4 മോഡ്യൂളാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. 1, 2, 3 and 4. ഈ 4 മോഡ്യൂളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പം ഞാൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സുകളൊക്കെയാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളത്. അതിൽ മോഡ്യൂൾ 1 നമുക്ക് വേണ്ടത് മോഡ്യൂൾ 1 എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, 1 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 2 എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 3 ബെർണോളീസ് ഇക്വേഷൻസ്. പിന്നെ മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻ, and simple application. നാലാമത്തെ വരുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഹയർ ഓർഡർ. വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. അഞ്ചാമത്തെ വരുന്നത് സൈമുട്ടേനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആറാമത് വരുന്നത് അതിൻ്റെ സിമ്പിൾ applications of linear differential equation in engineering problems. Okay. പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും മെക്കാനിക്കൽ സിസ്റ്റവും. അപ്പോൾ ഈ കൺസെപ്റ്റ്സുകൾ മോഡ്യൂൾ 1 ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മുതൽ 1 by 1 ആയിട്ട് ഓരോന്ന് എന്താണെന്ന് മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4. ഇപ്പോൾ മോഡ്യൂൾ 1 വളരെ നന്നായിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മോഡ്യൂളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഞാൻ മോഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ മോഡ്യൂൾ 1 ആണ്.
മോഡ്യൂൾ 1. അതിൽ മോഡ്യൂൾ 1 നമുക്ക് ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് ഓർ ഡെറിവേറ്റീവ് ഇക്വേഷൻ നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് പഠിക്കണം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആദ്യമായിട്ടുള്ള ബേസിക് കുറച്ച് കൺസെപ്റ്റുകളാണ്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. 2, നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻറ്റ്. ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻറ്റ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ വേറെ സാധനം പഠിക്കേണ്ടത് ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻറ്റ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പിന്നെ പഠിക്കേണ്ടത് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമുക്ക് പഠിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മളെ പ്ലസ് ടുവിന് പഠിച്ച ഇൻ്റഗ്രേഷനൊക്കെ ഇല്ലേ, പ്ലസ് ടുവിന് പഠിച്ച ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്യണം, പ്ലസ് ടുവിന് പഠിച്ച ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് പഠിക്കുക. ആ ഫോർമുലാസ്, ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന ഫോർമുലാസ് നിങ്ങൾ നന്നായി ബൈഹാർട്ട് പഠിക്കുക. അപ്പോൾ ഈ സംഗതികൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിള്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ ആ ഒരു കൺസെപ്റ്റ് ഞാൻ പഠിക്കും. ഓക്കെ. നമുക്ക് 1 by 1 ആയിട്ട് പോവാം. നോക്കിക്കോ. നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണേ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുക. ഈ ഗ്രാഫ് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ y² ഈസ് ഈക്വൽ ടു 4ax. y² ഈസ് ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഒരു പരാബോളേൻ്റെ ഗ്രാഫാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രാഫ് വേണേൽ വരയ്ക്കാം. നമുക്ക് ഈ ഗ്രാഫിൻ്റെ പേര് y ഈസ് ഈക്വൽ ടു x² എന്ന് പറയുന്നൊരു ഗ്രാഫാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എക്സിൻ്റെ വില 0 കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യണേ, വൃത്തിയായിട്ട് വരച്ചു തരാം. നമ്മൾ എക്സ് ആക്സിസും നമ്മൾ വൈ ആക്സിസും വരച്ച്, എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇതാണ് y ഈസ് ഈക്വൽ ടു x² എന്ന് പറയുന്ന ഗ്രാഫ്. y ഈസ് ഈക്വൽ ടു x² എന്ന് പറയുന്ന ഗ്രാഫ് അതാണ്. എങ്ങനെയാണ് ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ എക്സിൻ്റെ വില 0, നമ്മളിങ്ങനെ പോയിന്റുകൾ കൊടുക്കും. എക്സ് നിടും, ഇവിടെ y നിടും. എന്നിട്ട് ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട് എക്സിൻ്റെ വില 0, 1, 2, 3, 4. പിന്നെ എക്സിൻ്റെ വില നെഗറ്റീവ് സൈഡിലേക്ക് കൊടുക്കും. ഇങ്ങനെ വരച്ചിട്ട് -1, -2, -3, -4. ആ സമയത്ത് വൈൻ്റെ വില എന്തൊക്കെയാണ് വരിക? 0 ആകുമ്പോൾ x0 ആകുമ്പോൾ y0, x1 ആകുമ്പോൾ y1, x2 ആകുമ്പോൾ y4, x3 ആകുമ്പോൾ y9. ബാക്ക് സൈഡിലോ -1 ആകുമ്പോൾ 1, -2 ആകുമ്പോൾ 4, -3 ആകുമ്പോൾ 9, അങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ഗ്രാഫ് വയലറ്റ് ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എക്സിനെ ആശ്രയിച്ചിട്ടാണ്, അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈ ഉള്ളത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടല്ലേ.
അതുകൊണ്ട് എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ വേരിയബിൾ. നമ്മൾ ഫ്രീ ആയിട്ട് വില ഇട്ട് കൊടുക്കുമ്പോൾ, നമ്മൾ എക്സിന് വില ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുമ്പോൾ വൈ നമുക്ക് കിട്ടും. അപ്പോൾ എക്സ് ഫ്രീ വേരിയബിൾ അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. എക്സിനെ നമ്മൾ ആരെ ആശ്രയിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ട് വില ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വില കിട്ടും. അപ്പോൾ വൈൻ്റെ വില ആരെ ആശ്രയിച്ചിരിക്കുന്നത്? എക്സിനെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് ഫ്രീ വേരിയബിൾ അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിളും വൈ എന്താണ്? വൈ ഡിപ്പെൻഡന്റ് വേരിയബിളാണ്. വൈ എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, എക്സ് ഫ്രീ വേരിയബിൾ അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, വൈ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ രണ്ട് സാധനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ്, ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഫോർമേഷൻ പഠിക്കാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ y = x² എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ് നമ്മൾ വരച്ചത്. അതിൽ y = x² നമ്മൾ വരച്ചു കഴിഞ്ഞാൽ y = x² നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എക്സിൽ dy/dx. സാധാരണ നമ്മൾ +2 പഠിച്ചതാണ് ഈ ഡിഫറൻസിയേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഈ ഡിഫറൻസിയേഷൻ dy/dx എന്താ വരിക? 2x എന്നാണ് വരിക. dy/dx = 2x. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഡെറിവേറ്റീവ് എന്നാണ്. എന്താ വിളിക്കുക? ഡെറിവേറ്റീവ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് വിളിക്കും ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ്. എന്താ വിളിക്കുക? ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ് എന്ന് പറയും. ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ്. ഓക്കെ, ഇനി എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വേറൊരു ടൈപ്പാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും മറ്റേത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മറ്റേത് പാർഷ്യൽ ഡിഫറൻഷ്യൽ. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് y = x² എന്നൊക്കെ ഡെറിവേറ്റീവ് കണ്ടില്ല. ഞാൻ ഒരു dy/dx + y = some sin x ഇങ്ങനെ എഴുതി. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കൂ നിങ്ങൾ. ഡിപ്പെൻഡന്റ് വേരിയബിളായ y ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇവിടെ വേണേൽ എക്സ് എഴുതിക്കാം. എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇനി ഡെറിവേറ്റീവ് ഉണ്ട്, ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ് dy/dx ഉണ്ട്, ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിഫറൻഷ്യൽ. ഇതിനെയൊക്കെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുക, ഇങ്ങനെ കമ്പൈൻ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഈ സാധനത്തിലേക്ക് പിടിച്ച് നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതുക. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്ത് നമ്മൾ dy/dx കൂട്ടണം x/y = sin x. ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഈ സാധനത്തിനകത്ത് ഒരു ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ ഇക്വേഷൻ എന്ന് വിളിക്കും. ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവണം? ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അങ്ങനെയുള്ളൊരു എക്സ്പ്രഷനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ പറയുക? അതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഡിഫറൻഷ്യൽ കോയിഫിഷ്യന്റ്, dy/dx. അത് ആ ഇതിൽ dy/dx മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെ വരാം? d²y/dx² വരാം, എക്സെട്ര. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് dy/dx കൂട്ടണം, x/y = sin അങ്ങനെയൊക്കെ എഴുതുക. അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന സമം = 0. = 0 എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു സൈഡിലേക്ക് എഴുതുക, ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡ് 0 എഴുതുക. അപ്പോൾ ഇതിൽ ഈക്വൽ സൈൻ ഉണ്ടല്ലോ, ഈക്വൽ സൈനിൻ്റെ കൂടെ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും.
ഇനി ഇതിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാനുള്ള ഒരു കാരണമുണ്ട്. എന്താ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇതിൽ തന്നെ പറയാം. ഇതിൽ എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്? ഇതിൽ ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ. ആരാണ്? എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇതിനെ ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അതുകൊണ്ട് ഒരു വൈ എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ. ഡിപ്പെൻഡൻ്റ് ഒന്ന്, ഇൻഡിപെൻഡൻ്റ് ഒന്ന്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് നോക്കേണ്ടത് മെയിനായിട്ട്. ഇൻഡിപെൻഡൻ്റ് ഒറ്റ എന്നാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും? കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു നേരത്തെ എഴുതിയിട്ടില്ലേ? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy/dx ഈക്വൽ ടു 2x. ഇതിനെ നമുക്കിങ്ങനെ എഴുതാം, dy/dx മൈനസ് 2x ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഫങ്ഷൻ ഓഫ് എന്തൊക്കെയാണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, dy/dx ഉണ്ട്. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ സാധനം ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇവിടെ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതുകൊണ്ട് ഈ നമുക്ക് കിട്ടിയ സാധനം ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എന്താണ് കിട്ടിയിരിക്കുന്നത്? ഓർഡിനറി ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമാണ്. എക്സ് എന്ന് പറഞ്ഞ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി നമ്മൾ വേറൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുക. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിൽ എക്സിനെയും വൈനെയും ആശ്രയിച്ചിട്ടാണ് ആര് കിടക്കുന്നത്? സെഡ് കിടക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എത്ര എണ്ണമാണ്? 2 എണ്ണം. എക്സും ഉണ്ട്, വൈ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഡയറക്ഷനിലേക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒന്ന്, ഈ ഗ്രാഫ് 3 ഡയമെൻഷനാണ്. ഇത് സെഡ് ഡയറക്ഷൻ, ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ. അപ്പോൾ സെഡ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആകുമ്പോൾ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ ഫിഗറാണ് വരിക. ഇങ്ങനെയൊക്കെ സിലിണ്ടർ ആ ടൈപ്പിലൊക്കെയാണ് വരിക. ഓക്കെ, സെഡ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനം 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഇതിനെ ഡെറിവേറ്റീവ് ചെയ്യണം, വൈ ഡയറക്ഷനിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ ഇതിന് നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡോ സെഡ് ബൈ ഡോ എക്സ് എഴുതുക. അതായത് പാർഷ്യലായിട്ട് പാർഷ്യലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എക്സിനെ മാത്രം ചെയ്യാം, അതേ കോൺസ്റ്റന്റ് ആയിരിക്കും നേരം. അപ്പോൾ 2x വരും. ഇനി ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടാലോ? ഡോ സെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ 2y. ഇങ്ങനെ ഡോ ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷനിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആയി പോകും. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 അല്ലേ? ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ 2x കോൺസ്റ്റന്റ് ആയിരിക്കും. അന്നേരം വൈ സ്ക്വയറിന് മാത്രം ഡെറിവേറ്റീവ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പാർഷ്യലായി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിലാണ് ചെയ്യുന്നത്, വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 അല്ലേ? നിങ്ങൾ ആ ഇൻ്റഗ്രേഷൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷന് കൺസെപ്റ്റ് നന്നായിട്ട് +2 കൺസെപ്റ്റിൻ്റെ ആ ഫോർമുലയൊക്കെ നന്നായിട്ട് പഠിക്കണേ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് 2x, ഡോ സെഡ് ബൈ ഡോ വൈ 2y എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് 2x 2y. ഇനി ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്ക് വേണമെങ്കിൽ ഇതിനെ. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ പറയുക? 2 വരും. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ എത്ര വരും? 2 വരും. ഇനി നമുക്കിങ്ങനെ എഴുതാം, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. കാരണം ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ 2 അല്ലേ? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ 2 അല്ലേ? 2 - 2 0 അല്ലേ? 2 - 2 0 അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമുക്ക് ആരെ എടുക്കാം? ഇതിനെടുക്കാം. അപ്പോൾ ഇത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴാണ് വരിക? ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമാകുമ്പോൾ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോൾ 2 എണ്ണം അല്ല ഒന്നിൽ കൂടുതൽ വരുമ്പോൾ പാർഷ്യൽ ഒറ്റൊന്ന് മാത്രമാകുമ്പോൾ സാധാ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത്, അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു കാര്യം കൂടി പഠിച്ച്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പഠിച്ച്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പഠിച്ച്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് പഠിച്ച്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
degree of the differential equation and order of the differential equation. Order of the ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ dy/dx പ്ലസ് y is equal to 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് വേണ്ടത്? ഓർഡറും ഡിഗ്രി. ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഡെറിവേറ്റീവ്. ഇതിപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ നമ്മൾ വിളിക്കും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതിനുള്ള. എന്താ ഉള്ളത്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി ഇങ്ങനെയാണെങ്കിലോ d²y/dx² പ്ലസ് y is equal to 0. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഓർഡർ ഏതാ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഓർഡറാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ 2ആണ്. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഇതിൻ്റെ ഓർഡർ 1ആണ്. ഓർഡറാണ്. ഓക്കെ. അപ്പോൾ ഓർഡർ എന്താണ് പഠിച്ചത്? d³ പ്ലസ് d²y/dx² പ്ലസ് y is equal to 0. ഇതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാണ്? 3ആണ്. ഓർഡർ 3. അപ്പോൾ ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എന്താ ഡിഗ്രി? dy/dx പ്ലസ് y is equal to 0. ഇതിലുള്ള ഏറ്റവും വലിയ ഓർഡർ ഏതാ? ഓർഡർ 1. ഇതല്ലേ ഓർഡർ? ഫസ്റ്റ് ഓർഡർ അല്ലേ? അതിൻ്റെ പവർ എത്രയാ? അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ അതായിരിക്കും ഡിഗ്രി ആയിട്ട് നമ്മൾ എടുക്കുക. ഡിഗ്രി 1. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും വലിയ ഓർഡർ കണ്ടുപിടിക്കുക, അതിൻ്റെ പവർ. ഉദാഹരണത്തിന് d³ പ്ലസ് dy/dx പ്ലസ് y equal to 0. ഇതിൽ ഏറ്റവും വലിയ ഓർഡർ ഏതാ? ഈ സാധനം അല്ലേ? അതിൻ്റെ ഡിഗ്രി എത്രയാ? 1 അല്ലേ? അതിൻ്റെ ഡിഗ്രി 1 ആയതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 3ഉം ഡിഗ്രി എത്രയാ? 1ആണ്. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻ പറയാം. dy/dx whole raised to 5 പ്ലസ് y is equal to 0. ഇതിൻ്റെ ഓർഡർ എത്രയാ? ഓർഡർ 1. അതിൻ്റെ ഡിഗ്രി എത്രയാ? 5. അപ്പോൾ ഓർഡർ സമം 1, ഡിഗ്രി സമം 5. ഇങ്ങനെയാണ് നമ്മൾ ഓർഡറും ഡിഗ്രിയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ചെയ്യുന്നത്. ഇനി ചില സമയത്ത് നമുക്ക് ഓർഡറും ഡിഗ്രിയും കാണുന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഓർഡറും ഡിഗ്രിയും കാണുന്ന ക്വസ്റ്റ്യൻസ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. y is equal to √x into dy/dx plus k/dy/dx. ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നിട്ട് നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും കാണാൻ വേണ്ടി നിങ്ങളോട് പറയുന്നു. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഡിപ്പെൻഡൻ്റ് വേരിയബിളായ y, ഡിപ്പെൻഡൻ്റ് വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ്, ഡിപ്പെൻഡൻ്റ് വേരിയബിൾ y അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് dy/dx അല്ലെങ്കിൽ d²y/dx² എന്തെങ്കിലും ആട്ടെ. ഇതൊക്കെ അടിവശത്ത് വന്നിട്ടുണ്ടോ നോക്കുക. y ഒന്നും അടിയിൽ വന്നിട്ടില്ല, പക്ഷെ dy/dx അടിയിൽ വന്നിട്ടുണ്ട്. അടിയിൽ വന്നൊരു സാധനം എന്താണ്? dy/dx. dy/dx അടിയിൽ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്ലിയർ ചെയ്യുന്നതിനല്ല, അങ്ങനെ അടിയിൽ പാടില്ല. നമ്മൾ അതിനെ മൊത്തം ഡിനോമിനേറ്ററും നമുക്ക് നീക്കം ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇവിടെയും dy/dx മൾട്ടിപ്ലൈ ചെയ്താൽ പറയാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് വെട്ടിപ്പോവില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് മൊത്തം dy/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? y into dy/dx is equal to √x into dy/dx കൊണ്ട് പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dy/dx into dy/dx ഹോൾ സ്ക്വയർ വരും.
ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഡി വൈ ഡി എക്സ് മൾട്ടിപ്ലൈ വെട്ടിപ്പോയി കഴിഞ്ഞാൽ കെ വരും. ഇവിടുന്ന് ക്യാൻസൽ. ഇപ്പം ഡി വൈ ഡി എക്സ് അടിവശത്തില്ലല്ലോ. അതില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇനി നമുക്കിതിൻ്റെ ഓർഡറും ഡിഗ്രി കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഓർഡർ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് 1 ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ഓർഡർ 1. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി എത്രയാ, ഡി വൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ, അതിൻ്റെ ഹയർ പവർ എത്രയാ, 2. ഡിഗ്രി ഈക്വൽ ടു ഇതിൻ്റെ അപ്പോൾ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഓർഡർ ആണ്, ഡിഗ്രി 2. അപ്പോൾ ഓർഡർ 1 ആണ്, ഡിഗ്രി 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ആര് പാടില്ല, വൈ പാടില്ല, ഡി വൈ ബൈ ഡി എക്സ് പാടില്ല. അതിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ ഇനി വേറെ ഒരു ചെറിയൊരു ടൈപ്പും കൂടിയുണ്ട്. നോക്കാം. വേറെ ഒരു രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൊടുത്തരാം. കെ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് dy by dx whole square all raised to 3/2 all raised to 3/2. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് ഡിനോമിനേറ്ററിലൊന്നുമില്ല. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. റൂട്ടിൻ്റെ അകത്ത് 3/2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, 3/2 എന്ന് പറയുന്നത് 3/2 എന്ന് പറയുന്നത് നമുക്കിവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്. ഇവിടെ 1/2 എന്ന് പറഞ്ഞ ടേം ഇല്ലേ. അപ്പം ഇങ്ങനെ 1/2 എന്നല്ല, ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ 3/2 എന്ന് പറഞ്ഞാൽ 1/2 2 ഉണ്ട് അടിയിൽ. പക്ഷേ യഥാർത്ഥ 3/2 എന്ന് പറഞ്ഞാൽ എന്താ, 1 + 1/2 എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സാധനം എന്നാല് എക്സ് റൈസ് ടു 3/2 എന്ന് പറയുന്ന ടേം ഉണ്ട് നോക്കിയാൽ. അതെന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ് റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് നടത്തുക. എക്സ് റൈസ് 1/2 റൂട്ട് എക്സ് അല്ല. അപ്പോൾ 3/2 എന്ന് പറയുന്ന ഈ ടേം അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ആര് വരാൻ പാടില്ല, റൂട്ടിൻ്റെ ഉള്ളിൽ ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് വരാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാകുക, 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഓൾ റൈസ് ടു 3/2 എന്നാണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഓൾ റൈസ് ടു 3/2 നമുക്ക് ഇൻറ്റു 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 ആവും. 1/2 എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ, 1/2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് അർത്ഥം. 1/2 എന്ന് പറഞ്ഞാൽ ഇതാണ്, റൂട്ട് ഉണ്ടാവും. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്ന സാധനം പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് വരാൻ പാടില്ല. ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ്റ് വരാൻ പാടില്ല, വൈയും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പുറം ഇപ്പുറം എന്ത് ചെയ്തളിയാ, ഈ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തളിയാ. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇത് കെ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ടിനങ്ങ് വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഈ രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി 3 ഉണ്ടാവും. അപ്പോൾ സാധനം ഇങ്ങനെയായി മാറി. ഇങ്ങനെയായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർഡർ കണ്ടുപിടിക്കുക. ഓർഡർ എത്ര ചെയ്യുക, ഇവിടെ ഈ സ്ക്വയർ ചെയ്യുമ്പോൾ കെ സ്ക്വയറിന് ഡി സ്ക്വയർ ബൈ ഡി ഹോൾ സ്ക്വയർ വരും. ഇപ്പോൾ ഏറ്റവും വലിയ ഓർഡർ ഇതല്ലേ, സെക്കൻഡ് ഓർഡർ അല്ലേ, ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഓർഡർ 2. ഓർഡർ സമം 2. ഡിഗ്രി എത്രയാണ്, അതിന് ഡിഗ്രി 2. ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. അതാണ് ഓർഡറും ഡിഗ്രി. ഓക്കെ. അപ്പോൾ ആ സംഗതി കഴിഞ്ഞു. നമ്മൾ ഇവിടെയുള്ള ഇത് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷിയേഷൻ പഠിച്ച്, ഓർഡർ ഓഫ് ദ ഡിഫറൻഷിയേഷൻ പഠിച്ച്, ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷിയേഷൻ. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷിയേഷൻ. ഇത് നിങ്ങൾക്ക്
ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഞാനിവിടെ ചെയ്യാം. ഓർഡറും ഡിഗ്രിയും കാണുന്നത്. ഓക്കെ, ഒന്ന് 1 plus y dash square all raised to 3/2 minus rho y double dash equal to 0. ഈ y dash എന്ന് ഉദ്ദേശിക്കുന്നത് dy by dx ആണ്. y dash എന്ന് ഉദ്ദേശിക്കുന്നത് dy by dx. y double dash എന്ന് പറഞ്ഞാൽ d square y by dx square. ഈ ഡിഫറൻഷിയേഷൻ്റെ ഓർഡറും ആൻഡ് ഡിഗ്രി ഫൈൻഡ് ചെയ്യണം. എന്താ ചെയ്യുക? ഇവിടെ ഒരു 3/2 ഇല്ലേ? 3/2 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ടിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ടേമിനെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ 1 plus y dash square all raised to 3/2 is equal to ആ റോ വൈ ഡാഷിന് അപ്പുറം കൊണ്ടുപോയി, റോ വൈ ഡബിൾ ഡാഷിന് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 2നെ പോക്കണമെങ്കിൽ ഒരു പണിയാണുള്ളൂ. 2നെ പോക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെയും സ്ക്വയർ ചെയ്തല്ലേ, അപ്പുറം അതേപോലെ അപ്പുറം സ്ക്വയർ ചെയ്യും. അപ്പോൾ ഈ രണ്ടും എന്തായി പോവും? വെട്ടിപ്പോവും. അപ്പോൾ എന്താ വരിക? 1 plus y dash square all raised to 3 is equal to rho square into y double dash square. അപ്പോൾ ഇപ്പോൾ ആ സ്ക്വയർ റൂട്ടൊക്കെ റിമൂവ് ആയി. ഇനി നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുക. ഓർഡർ എത്രയാണ്? ഏറ്റവും വലിയ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷാണ്. അപ്പോൾ ഓർഡർ 2. ഏറ്റവും വലിയ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് അല്ലേ? അതിൻ്റെ ഡിഗ്രി എത്രയാണ്? അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2. ഈ 2 അതിൻ്റെ ഡിഗ്രി ഈസ് ഈക്വൽ ടു 2. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി ഞാൻ അത് മതി. ആ ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് അത്ര പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് വളരെ വൃത്തിയായി പറഞ്ഞ് ഇങ്ങനെ അതിനുശേഷം നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് സോൾവ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് തരും. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. അയച്ചു തന്നു കഴിഞ്ഞാൽ എല്ലാ മോഡ്യൂളിലെയും എല്ലാ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്ത് ചെയ്യുക? നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം.